ഇതാണ് നജീബിൻ്റെ വീട്. ഏതൊരു പ്രവാസി മലയാളിയുടെയും സ്വപ്നം പോലെ തൻ്റെ വീട്ടിനും വീട്ടിലുള്ളവർക്ക് വരുന്ന നല്ല മാറ്റങ്ങളെ സ്വപ്നം കണ്ട് നജീബ് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയിട്ട് ഇന്നേക്ക് കൃത്യം 1.5 വർഷമായി. ഇതിനിടയിൽ ഉമ്മയുടെയും സൈനുവിൻ്റെയും കിനാവുകളിൽ എത്ര വട്ടം നജീബ് വന്ന് വാതിലിൽ മുട്ടി, എത്ര ഫോൺ കോളുകൾ ആശ്വാസമായി റിങ് ചെയ്തു, സുഖമുള്ള വർത്തമാനങ്ങളുമായി എത്രയെത്ര കത്തുകൾ വന്നു. പക്ഷെ നജീബ് ഇന്ന് പുലർച്ചെ സൈനു നജീബിന് സ്വപ്നം കണ്ടു. ഉമ്മ ഉമ്മ അക്കരെ വീട്ടിലൊന്ന് പോയി അന്വേഷിക്കുമോ? എനിക്ക് എന്തോ പോലെ. ഇന്ന് പുലർച്ചെ ഞാൻ നജീബ് ഖാനെ സ്വപ്നം കണ്ടു. എൻ്റെ മനസ്സ് പറയണു ഇക്ക വിളിച്ചിട്ടുണ്ടാവുമെന്ന്. ഇക്കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടക്ക് നജീബിൻ്റെ ഫോൺ വന്നോന്ന് തിരക്കി ഞാൻ അവിടെ എത്ര പ്രാവശ്യമാണ് പോയത്. ഇപ്പോൾ അവർക്ക് എന്നെ കാണുന്നത് തന്നെ ഒരു പ്രയാസമാണ്. അത് കാര്യാക്കണ്ട, ഉമ്മ പോയി നോക്കാം. ഇന്ന് എൻ്റെ മനസ്സും പറയണു നജീബിൻ്റെ ഫോൺ വന്നിട്ടുണ്ടാവുമെന്ന്. അല്ലാ, ഉമ്മ പോയി വരാട്ടോ. അങ്ങനെയൊന്നും വേണ്ടിക്ക. ജീവിക്കാനുള്ള വകയാകുമ്പോൾ മടങ്ങി പോന്നേക്കണം. എൻ്റെ ഇക്കാക്കമാരെ പോലെ നമുക്കൊന്നും വാരിക്കൂട്ടണ്ട. ഏറിയ 2 കൊല്ലം, അതിനുള്ളിലൊക്കെ ശരിയാവും. അത് കഴിഞ്ഞാൽ എൻ്റെ നബീലിന്, എൻ്റെ സഫിയാക്ക് കൈ നിറയെ കളിപ്പാട്ടങ്ങളായിട്ട് ഞാൻ പറന്നു വരില്ലേ? ഒന്നിച്ചൊരു ജീവിതം, അത് മാത്രം മതി എനിക്ക്. വേറൊന്നും വേണ്ട. മോളെ സൈനുവോ? ആ ഉപ്പാ, എന്തൊക്കെയാ കുട്ടിയെ, സുഖല്ലേ? സുഖാണുപ്പാ. ഉപ്പ ഇരിക്കി, ആ, ഞാൻ ചായ എടുക്കട്ടെ. ഒന്നൊന്നര കൊല്ലായില്ലേ കുട്ടിയെ നീ ഇവിടെ ഒരുക്കെത്തിയിരുന്നു. നജീബ് പോയിട്ടാച്ച ഒരു വിവരവുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിലേക്കാണ് പോരെ. ഉമ്മയും ഇക്കാക്കമാരും ഒക്കെ അതന്നെയാ പറയാം. ഉപ്പ, അത് നജീബ് ഖാന്റെ വിളി എപ്പോഴാ വരാന്നറിയില്ലല്ലോ. ഇക്കാന്റെ കത്ത് വന്നാ ഏത് പാതിരയായാലും കൊണ്ടുതരാന്നാ പോസ്റ്റ്മാൻ വാസുവേട്ടൻ പറഞ്ഞത്. പിന്നെ ഇവിടെ ഉമ്മ ഒറ്റയ്ക്കല്ലേ. ആ, ഉമ്മ വന്നല്ലോ. ആ, നിങ്ങൾ എപ്പോഴാ വന്നേ? ദാ ഇപ്പൊ വന്നേയുള്ളൂ. എന്തായി ഉമ്മ പോയിട്ട്? ഇക്ക വിളിച്ചിരുന്നോ? നജീബിൻ്റെ വിളി വന്ന ഇങ്ങോട്ട് അറിയിക്കാന്നാ അവര് പറഞ്ഞ. സൈനോ, എന്നാ ഞാൻ ഇറങ്ങാം. ഒക്കെ ശരിയാവും. നജീബ് ഖാന്റെ കത്ത് വല്ലതുണ്ടോ വാസുവേട്ടാ? ഇല്ല മോളെ, 2 ആഴ്ചയായിട്ട് ഗൾഫിൽ നിന്ന് എഴുത്തുകളൊന്നുമില്ല. ഒരു കത്തയക്കാൻ പോലും പറ്റാത്ത തിരക്കാണ് നജീബിന് മോളെ.